എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മീൻകറി, മീൻ വറുത്തതൊക്കെയാണ് ഉച്ചയൂണിന്. മീൻകറി നമ്മൾ ചേർന്ന് തക്കാളി അരച്ചിട്ടാണ്. നമ്മൾ കിളിമീൻ തക്കാളി അരച്ച അങ്ങനെയാണ്. പിന്നെ ചീര വറവിൽ കഴിച്ചത് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഉച്ചഭക്ഷണ വിശേഷമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന മീൻ നമ്മളെ കിളിമീൻ കോര. ഇപ്പം ഇന്ന് നമ്മൾ 1/2 കിലോ മീനാണ് എടുക്കുന്നത്. അതാണ് വാങ്ങിയത്. ഒരു പാകം വലുപ്പത്തിലുള്ളതാണ്, ഒരു മീഡിയം സൈസാണിത്. അപ്പോൾ ഏതായാലും ഒക്കെ നന്നാക്കി നമുക്കിന്ന് വറക്കാനും കൂടി ഉള്ളതാണ്. ഇന്ന് തന്നെയാണ് കറി വയ്ക്കുന്നതും വറക്കുന്നതും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അതൊക്കെ ഒന്നിങ്ങോട്ട് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വറക്കാനുള്ളത് 2 എണ്ണം, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രം. അപ്പം ഇനി കറി വെക്കുന്നതിലേക്ക് ഒന്ന് പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് പുളിയിലിട്ട് വെക്കുകയാണ് ആദ്യം. കുറച്ച് സമയം പുളിയിൽ ഇട്ട് വെച്ച ശേഷം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. വറക്കാനുള്ളതൊന്ന് വരിഞ്ഞ് നമുക്കിനി വറക്കുന്നതിലേക്ക് മസാലയൊക്കെ ഒന്ന് തിരുമ്പി വെക്കാണ്ട് ഒക്കെ ചേർത്തിട്ട് കറി വെച്ച ശേഷമാണ് വറക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി അതിൽ ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും. ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിലേക്കുള്ള തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, എന്നിട്ട് ചെറുതാക്കിയിട്ട് അരയ്ക്കാൻ എളുപ്പമാണ്. തക്കാളി നമുക്ക് അരയ്ക്കാനുള്ളതാണ്, 3 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതാ നമ്മൾ ആ മീനണ്ട് കഷ്ണങ്ങൾ മാറ്റി വെച്ചു. അതിലേക്ക് പച്ചമുളകും ആ പുളി, അതുപോലെ വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ചേർത്ത് ഇതൊന്ന് നന്നാക്കി തിളപ്പിച്ചെടുക്കാം. അതൊന്നിങ്ങനെ തിളച്ച് വരുന്നതോടുകൂടി തന്നെ നമുക്കതിലേക്ക് തക്കാളി ഇതാ ഇങ്ങനെ അരച്ചു, ഞങ്ങൾ അരച്ചത്. ഇനി ഇത് എല്ലാം ഒന്ന് ചേർന്നിട്ട് നല്ലപോലെ ഉണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം അത് ഇതാ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്നിങ്ങോട്ട് തിളച്ച് അത്യാവശ്യം വെന്ത് വരുന്നിട്ടുണ്ട് മുളകൊക്കെ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് അത് ചേർത്ത് കൊടുക്കാം. സാധാരണ ഇങ്ങനെ അല്ല ഞങ്ങൾ വെക്കല്, ഇത് ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഈ ഒരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കി തക്കാളി അരച്ചത് എല്ലാം കൂടി തിളപ്പിച്ച് നല്ല പോലെ നല്ലൊരു കുറുകിയ പോലെ ആയിപ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് ആ പുളിയിലിട്ട് വെച്ചത് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു കഷ്ണങ്ങൾ, കറി വയ്ക്കാനുള്ള കഷ്ണങ്ങൾ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളീൻ്റെ അതും തേങ്ങയൊക്കെ ഒന്ന് നല്ല പോലെ അരഞ്ഞു, അത് തിളച്ച് വന്നു അരച്ചത്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നമുക്ക് മീനൊന്ന് നോക്കാം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടണം.
കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറക്കാണ്ട് 2 എണ്ണം. പിന്നെ ഇപ്പം എന്താ, മീൻ വറവ് കഴിഞ്ഞു. നമുക്ക് ചീര ഉണ്ട്, 1/2 കിലോ ചീര വാങ്ങിയതാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ തണ്ട് അത്യാവശ്യം ഉണ്ട് കനം, അതുകൊണ്ട് ഇത് കണ്ടോ പേരും ഒക്കെ കൂടി അതുകൊണ്ട് കളഞ്ഞ് നമുക്ക് ഇത് കഴുകിയെടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞെടുക്കണം. ചുവന്ന ചീര പാകത്തിനേ ഉള്ളൂ, പിന്നെ എല്ലാം തണ്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാകത്തിനേ ഉള്ളൂ. ഇത് വറവിൽ വയ്ക്കാനുള്ളതാണ്. ഏകദേശം അരിഞ്ഞു കഴിയാനായി. അതിലേക്ക് ഇതാ നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക് അരിഞ്ഞത് വെളിച്ചെണ്ണയിലൊന്നുണ്ട് വഴറ്റി. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ചീര അത് അരിഞ്ഞത് നല്ലപോലെ വഴറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ വറവിലാണ്ട് വേവിക്കാം. ഇനിയിപ്പോൾ ഇത് കൂടിയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് പിന്നെ അടച്ച് വെച്ച് എന്നാണ്ട് വേവിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ചീര വറവിൽ വെച്ചത് അതും കൂടെ റെഡിയായി. അപ്പോൾ ഏതായാലും നമ്മളെ പൂച്ച രാവിലെ മീനൊക്കെ തിന്ന് നല്ല ഉറക്കത്തിലാണ്. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഊണിൻ്റെ സമയമായി. ഏതായാലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നിപ്പോൾ നമ്മളെ തക്കാളി അരച്ച മീൻകറി, പിന്നെ മീൻ വറുത്തത്, ചീര വറവിൽ വേവിച്ചത്. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് മീൻകറി മീൻ വറുത്തും, അതന്നെ സ്പെഷ്യൽ. എനിക്കുള്ളതാണിത്. എനിക്കിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു അരി, നല്ല തവിടുള്ള അരി, ഇടയ്ക്ക് അത് ഉണ്ടാക്കും. അല്ലാത്ത സമയത്ത് പിന്നെ സാധാരണ നമ്മളെ മട്ടരി തന്നെ, സാധാരണ മട്ടരി. ഇതിൻ്റെ രസമാണ്. പിന്നെ നല്ലോണം വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. മീൻ വറുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.